ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞപ്പോഴേക്കിനും പൂതി മതിയായി. ഒന്നാമതിനെ പറഞ്ഞ എന്താണെന്നറിയോ? അവർ കടലിലൂടെ മക്കയിലെ മുശ്രിക്കുകൾ യാത്ര ചെയ്യുമ്പോ അവർ അള്ളാനെ വിളിച്ചു പ്രാർത്ഥിക്കും. മുജാഹിദികൾ പുഴക്കരയിലെത്തിയ ജിന്നിനെ വിളിക്കുന്നു പറയാനത് പറഞ്ഞു വന്നത്. പക്ഷെ ഈ അഹ്സനിന്റെ ചിന്തയും അലവി സഖാഫിന്റെ ചിന്തയും രണ്ടാണല്ലോ. ഓരോരുത്തരും ഓരോന്നാ പറഞ്ഞു നടക്കുക. ഇയാളെന്താ പറഞ്ഞു ഇയാൾക്കും അറിയില്ല, ഇയാളെന്താ പറഞ്ഞ മറ്റാൾക്കും അറിയില്ല. ഈ വാക്ക് പറഞ്ഞപ്പോഴേക്കിനും, ഈ ആയത്തോതി വിശദീകരിക്കാൻ തുടങ്ങിയപ്പോഴേക്കിനും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഫൈസൽ അഹ്സനിയുടെ കയ്യ് ബാക്കിലിരിക്കുന്ന അലവി സഖാഫി പിടിച്ചു. അത് മുണ്ടണ്ട, ആ ആയത്ത് പറഞ്ഞ കുടുങ്ങും. എന്താ കാരണം എന്നറിയോ? 2 കാരണമുണ്ട് അതിന്. അതോടുകൂടി പിന്നെ മുജാഹിദീങ്ങളും മുശ്രിക്കുകളും തമ്മിലുള്ള ബന്ധപ്പെടുത്തൽ നിന്നു. 2 കാരണമുണ്ട് അവിടെ. ഒന്നാമത്തെ കാരണം, മക്കയിലെ മുശ്രിക്കിനേക്കാൾ വലിയ ശിർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എന്തിനാ അവിടെ വിശദീകരിക്കാൻ വകുപ്പുണ്ടായി കൊടുക്കുന്നത് എന്ന നിലക്ക് അലവി സഖാഫി കൈ പിടിച്ചത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് സബീന കിതാബാണ്, 366 വക. ഇത് പണ്ട് തള്ളിയല്ലോ വലപ്പുഴ വെച്ചിട്ട്. അലവി സഖാഫിനെ വിളിച്ചുകൊണ്ട് വരണം, ഇത് ശരിയാണോ സഹീഹാണോ. അന്ന് പോയതാ, 7 കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾ സഹീഹാക്കിയ 5-6 ബാക്കി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞിട്ട് പരിശോധിച്ചോന്നും കൂടി ഇനി സഖാഫി വരുമ്പോൾ എന്ത് ചെയ്യണം? ചോദിക്കണം. ഇതില് മമ്പുറം മൗലിദുണ്ട്. മമ്പുറം മൗലിദ്. ആ മമ്പുറം മൗലിദിൽ സയ്യിദ് അലവി തങ്ങളുടെ കറാമത്ത് പറയാണ്. എന്താണ് ആ കറാമത്ത്? അതൊന്ന് കേട്ടോളൂ. കറാമത്ത് വിശദീകരിക്കുകയാണ്. ഇതിന്റെ പേജ് നമ്പർ 344. അതിൽ വിശദീകരിക്കുന്നു, ഒമിൻ കറാമാതിഹി അൽ മശ്ഹൂറ, മമ്പുറം തങ്ങളുടെ മശ്ഹൂറായ പ്രസിദ്ധമായ കറാമത്തുകളിൽപ്പെട്ടതാണ് അന്നഹു അമറ ദാത്ത യൗമിൻ ബിഇസ്റാജിൽ മിസ്ബാഹി വറബുതിഹി അലാ ഷജറത്തിൻ ഫീ ഫിനായിഹി. ഒരു ദിവസം മമ്പുറം തങ്ങള് കൂടെയുള്ള മുരീദന്മാരോട് പിന്നെ കുറച്ച് പന്തം കത്തിച്ചിട്ട് ആ മമ്പറത്തുള്ള അവർ താമസിക്കുന്ന ഭാഗത്തുള്ള മുറ്റത്തുള്ള മരത്തിന്റെ കൊമ്പുകളിൽ പന്തം കെട്ടി തൂക്കാൻ കൽപ്പിച്ചു. ആര്? മമ്പുറം തങ്ങള്. ഫഫഅല ദാലിക ഖുദ്ദാമുഹു. അവിടെ കുറെ ഖാദിമീങ്ങളുണ്ട്. ആ ഖാദിമുകൾ അത് ചെയ്യുകയും ചെയ്തു. മുസ്രിഅൻ, വളരെ പെട്ടെന്ന്. ബിശിദ്ദതി ഖുവാഹു തുമ്മ ബഅദ മുളി അയ്യാമിൻ. കുറച്ച് ദിവസം കഴിഞ്ഞു. ഈ ഹാദിമീങ്ങൾക്കറിയില്ല മമ്പുറം തങ്ങൾ ഇത് എന്തിനാ പറഞ്ഞതെന്ന്. അവർ ഷെയ്ഖ് പറഞ്ഞു, അതേപോലെ ചെയ്തു, അത്രമാത്രം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതാ ഇലൈഹി റിജാലുൻ മിനൽ അറബ്, അറബിയിൽ നിന്ന് കുറച്ച് ആളുകൾ വരികയാണ്. റാജീന ശദാഹു വഹും അസ്ഹാബു ഫുൽകിൻ ദഹബ ഫീ ബഹരിൻ ശദീദിൻ ദുജാഹു ഫഖാലു ദഹബ ഫുൽകുനാ ഫീ ബഹരിൻ മുദ്ലിമിൻ. ആ ആളുകൾ വന്നിട്ട് പറയാണ്, ഞങ്ങളിങ്ങനെ അറേബ്യൻ രാജ്യത്ത് നിന്ന് വരുന്നവരാണ്. ഞങ്ങൾ കടലിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ യാത്ര വഴിമുട്ടിപ്പോയി, ആകെ ഇരുൾമുറ്റിയ സ്ഥലത്തെത്തി, എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയാതെയായി. അങ്ങനെ ഞങ്ങൾ ഫീ ബഹരിൻ മുദ്ലിമിൻ, ഇരുൾ നിറഞ്ഞ കടലിൽ ഞങ്ങൾ എത്തിപ്പെട്ടപ്പോ വഅശ്റഖ്ന അലൽ ഹലാക്കി, ഞങ്ങൾ മുങ്ങി നശിക്കാരായി. ഫനാദൈന, അപ്പോൾ ഞങ്ങൾ വിളിച്ചു. എവിടുന്ന്? നടുക്കടലിൽ നിന്ന്. ഈ വന്ന ആളുകൾ നടുക്കടലിൽ നിന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഫനാദൈനാ ഗൈസം മുഗീസ, ഞങ്ങളെ സഹായിക്കണേ. മുഗീസൻ ലിമൻ ദആഹു, പ്രാർത്ഥിച്ചാൽ സഹായിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ. ഫൈദാ റഅയ്നാ നാറാ, അപ്പണ്ട് ഇങ്ങനെ കരക്ക് കുറെ പന്തങ്ങൾ ഇങ്ങനെ തീയായിട്ട് ഇങ്ങനെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. മുശഅലതൻ ഫീ ജിഹത്തിൻ ഫസയ്യർനൽ ഫുൽക ഇലൈഹാ, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കപ്പലിൽ അങ്ങോട്ട് തിരിച്ചു. ഇപ്പൊ എന്താണ്ടായത്? ഇത് മൗലിദ് കിതാബ, നിഷേധിക്കാൻ കഴിയില്ല. മമ്പുറം തങ്ങളെ പറ്റി എഴുതി വെച്ചതാ. ഞാൻ അലവി സഖാഫി വരികയാണെങ്കിൽ ചിലപ്പം പറയുന്നത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാന്ന് പറയും. ഉപ്പര പണി അങ്ങനെയാണ്. പറ്റാത്തത് എന്ത് കണ്ടാലും അതൊക്കെ മുജാഹിദീങ്ങളുടെ വകയാണെന്നാ പിന്നെ പറയാം. ഇവിടെ എന്താ മനസ്സിലായത്? നടുക്കടലിൽ എത്തിയപ്പോ ആ മമ്പുറം തങ്ങളെ ആളുകള് പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ വിളിച്ചു. ഫനാദൈനാ ഗൈസം മുഗീസൻ ലിമൻ ദാഹു, വിളിച്ചാൽ ഉത്തരം നൽകുന്ന മനുഷ്യരെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് മമ്പുറം തങ്ങളെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അവിടെ ലേറ്റ് കണ്ടത്. ആ വിളി ആര് കേട്ടു? മമ്പുറം തങ്ങൾ കേട്ടു. അതാ പഠിപ്പിക്കുന്നത്. അപ്പൊ കടലിൽ കുടുങ്ങി എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആളുകളെ വിളിക്കണം. അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ച ഈ ആളുകളുടെ ശിർക്കാണോ വലുത്, അതോ മക്കത്തെ മുശ്രിക്കിന് ശിർക്കാ വലുത്? അതാ അലവി സഖാഫി പിടിച്ചത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടി വന്നത്? ആ ചങ്ങായി ഇവിടെ എടുത്തിട്ടോണ്ട് അത് അലവി സഖാഫിക്ക് ആദ്യം അറിയാം, അതുകൊണ്ടാണ് പിന്നിന്ന് കൈ പിടിച്ചത്. പക്ഷെ പറഞ്ഞു പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രണ്ടാമത്തൊരു കാരണമുണ്ട് പിടിച്ചു വെക്കാൻ. അതെന്താണെന്നറിയോ? വേറെ ചില സ്ഥലങ്ങളിൽ ഇവർ പറയാറുണ്ട്, മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അങ്ങനെ അള്ളാഹുവിനെ വിശ്വാസമൊന്നുമില്ല,
ഓല അള്ളാഹിനെ വിളിക്കലുമില്ല, അള്ളാഹിനോട് പ്രാർത്ഥിക്കലുമില്ല എന്ന് പറഞ്ഞു. ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കടവത്തൂർ വെച്ചുകൊണ്ട് ഞാനും ഫൈസൽ മുസ്ലിയാരും ഉണ്ടായിരുന്നൊരു മുഖാമുഖത്തിൽ ഒരു മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മക്കത്തെ മുസ്ലിങ്ങൾക്ക് അള്ളാഹിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ആയത്ത് എടുത്തിട്ട് കൊടുത്തു, ഈ ആയത്തുകളൊക്കെ. അപ്പൊ അവര് പറഞ്ഞു, അത് ആ അള്ളയല്ല, അത് വേറെ അള്ളയാണ്. പലപ്പോഴും സമൂഹം ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ അലവി സഖാഫിയെ പോലെയുള്ള ആളുകൾ, ഈ മുസ്ലിയാക്കന്മാരൊക്കെ എന്താ പറയാറുള്ളത്? അവർ വിളിച്ചിരുന്നത് വേറെ അള്ളാനെയാണ്, വേറെ അള്ളാനെയാണ്. ഈ ആയത്ത് ഓതിയിട്ട് അള്ളാനെ ആത്മാർത്ഥമായി വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ള കരക്കടുപ്പിച്ചപ്പോൾ, രക്ഷിച്ചപ്പോൾ എന്ന് പറഞ്ഞ അപ്പൊ ആ അള്ളനെ ഉത്തരം കൊടുത്തത് കുടുങ്ങിപ്പോകും. അപ്പൊ പിടിച്ചു കഴിയുമൻ അഹ്സനിന്റെ ആര്? അലവി സഖാഫി. ഇതുകൊണ്ടൊക്കെ തന്നെ CD ഇറങ്ങാത്തത് മനസ്സിലായി നിങ്ങൾക്ക്? ഇതിന്റെ പേരാണ് ആദർശ പാപ്പരത്വം. അതിന് ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. സത്യസന്ധമായി വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ സമൂഹത്തെ ഓതിക്കൽപ്പിച്ച് ഇതാ ഈ ആയത്ത് ഇന്നത് പറയുന്നു എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്താൽ എന്താ പറ്റാൻ പോകുന്നത്? അതിന് പകരം ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളെ മോശമാക്കാനും കൊച്ചാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം, മക്കത്തെ മുശ്രിക്കുകളുടെ സ്വഭാവം ആർക്കാണുള്ളത് ഒന്ന് പരിശോധിക്കണമല്ലോ. കാരണം ഒരു മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ ഗുളിക കഴിക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഗ്യാസ് മാറാ ഗുളിക ഒപ്പം കഴിക്കേണ്ടി വരും. ചില സൂക്കടകൾ അങ്ങനെയാ, അപ്പോൾ അത് മാറുള്ളൂ. ആർക്കാ മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവം? ഒന്ന് പിടിച്ചോളൂ, മരിച്ചുപോയ ഇബ്രാഹിം നബി, മരിച്ചുപോയ ഇസ്മായിൽ നബി, ലാത്ത വലിയാണ്, ബുഖാരിയിൽ വന്ന ഹദീസ. അവരെ നിങ്ങൾ എന്തിന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ മറുപടി എന്താ? ഇബ്രാഹിം നബി അള്ളാഹു ആണ് എന്നാ? ഇബ്രാഹിം നബി റബ്ബാണ് എന്നാ? അല്ല, അവർ ഞങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ശുപാർശകരാകുന്നു. മക്കത്തെ മുശ്രിക്കിന്റെ മറുപടിയാണ്. അള്ളാഹുവിന്റെ കലാമിലൂടെ റബ്ബാണ് പഠിപ്പിക്കുന്നത്. ഈ നാട്ടിലെ ആളുകളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അവരെ വിളിക്കുന്നത്? അവർ ഞങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. മക്കത്തെ മുശ്രിക്കിന്റെ ഒരു സ്വഭാവം ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങളൂടെ പറയാണ്ട്. രണ്ട്, മക്കത്തെ മുശ്രിക്കിനോട് ചോദിക്കുക, നീ എന്തിനാ ഈ മരിച്ചുപോയവരെ വെച്ച് പ്രാർത്ഥിക്കുന്നത്? അവർ ഞങ്ങളെ റബ്ബിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാകുന്നു. ഞങ്ങളെല്ലാം പാപികളാകുന്നു, ഞങ്ങളെല്ലാം ദോഷികളാകുന്നു. ഇനി നമ്മുടെ നാട്ടിലോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്? അവരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്ത വലിയ വലിയ സാദാത്യങ്ങളും അതുപോലെ അഖ്താബുകളും മജ്ദാബുകളും നുഖബാകളും വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലേ. ഞങ്ങള് പാപം ചെയ്തവരാ, ആ റബ്ബിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് ഇവരെ വേണം. ആരെ വിശ്വാസ? മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം. രണ്ട്, മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയാണ്, നിങ്ങൾ തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അള്ളാഹുവിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പ്രവാചകന് നൽകപ്പെട്ട വിശദീകരണങ്ങൾ ഖുർആൻ ഹദീസ് അതിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ? ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾ ഞങ്ങളുടെ വാപ്പമാരെ എങ്ങനെ കണ്ടോ ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്കത് മതി. അതാരുടെ സ്വഭാവ? മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവം. ഈ നാട്ടുകാരോട് ചോദിച്ചു നോക്കി നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനാ മതത്തിന്റെ പിൻബലമുള്ളത്, ഏതിനാ പ്രമാണമുള്ളത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? വാപ്പകാരണവന്മാരായി ചെയ്തു വരുന്ന ഈ ആചാര